കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് അനുവദിച്ചൊരു ഇൻ്റർവ്യൂവിൽ പിന്നെ ട്രംപ് അദ്ദേഹം നെതന്യാഹുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ നെതന്യാഹുവിനോട് പറഞ്ഞൊരു കാര്യം പുള്ളി തന്നെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്, റീകോൾ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ യു കനോട്ട് ഫൈറ്റ് ദ വേൾഡ് ബിബി എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത്. ബിബി, നിനക്ക് ഈ ലോകത്തോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഈ പ്രൊപ്പോസൽ അംഗീകരിക്കുക. അപ്പോൾ വേൾഡ് വിൽ ലവ് യു എഗൻ എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് വാചകങ്ങൾ വളരെ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. യു കനോട്ട് ഫൈറ്റ് ദ വേൾഡ് ബിബി എന്ന് പറയുമ്പോൾ അത് ട്രംപ് അത് മനസ്സിലാക്കുന്നു, അത് നെതന്യാഹുവിനോട് പറയുന്നു എന്ന് പറയുമ്പം അദ്ദേഹം ഒരു നല്ലൊരു ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റുള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ലോകത്തോടാണ് യുദ്ധം ചെയ്യുന്നത്, ലോക മനസ്സാക്ഷിയോടാണ് ഈ നെതന്യാഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അങ്ങേരെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ലോകം ഇസ്രായേലിനെ വെറുത്തുകൊണ്ടിരിക്കുകയാണെന്നും നെതന്യാഹുവിന് മനസ്സിലായിട്ടില്ലെങ്കിലും ട്രംപിനത് മനസ്സിലാക്കുവാനും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടത് പറയാനും അങ്ങേർക്ക് സാധിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് തോന്നുന്നത്. ദ വേൾഡ് വിൽ ലവ് യു അഗൈൻ എന്ന് പറയുമ്പം ഇപ്പോൾ വെറുപ്പിലാണ്. ഈ ഒരു ഡീലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലോക സമൂഹം, നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ എപ്പോഴും അതിന് ലീഡ് ചെയ്യുന്നത് ലോകത്തൊരു വേൾഡ് പവറായിട്ടുള്ളൊരു ശക്തിയായിരിക്കും. അവരൊരു പ്രശ്നം പരിഹരിക്കാൻ അതിൽ ഇടപെടണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മേത്ത് തട്ടണം. അവരേതെങ്കിലും നിലക്കത് അസ്വസ്ഥപ്പെടുത്തുകയോ അലോസരപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യമായിരിക്കണം. അല്ലെങ്കിൽ തങ്ങളെ സംബന്ധിച്ച് തങ്ങൾക്കൊരു നഷ്ടവും ഇല്ലാത്തൊരു പ്രശ്നത്തിൽ, അല്ലെങ്കിൽ തങ്ങളെ ഏതെങ്കിലും നിലക്ക് ബാധിക്കാത്തൊരു വിഷയത്തിൽ ഇടപെടാനും അതിലൊരു ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാനും അങ്ങനെയുള്ള എന്തിനാണ് അതിൽ നിൽക്കുന്നത്? പിന്നെ ഫലസ്തീനുകളെ സംബന്ധിച്ച് ഫലസ്തീനുകൾ മുഴുവൻ മരിച്ചു തീർന്നു വിചാരിക്കുക, ഫലസ്തീനൊന്നും രാഷ്ട്രമില്ല എന്ന് വിചാരിക്കുക, അത് തങ്ങളെ ബാധിക്കുന്നേ ഇല്ല, തങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രശ്നമില്ല എന്നാണെങ്കിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇവിടെ അതല്ല. പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഇത് തന്നെയാണ്, ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഗസയെ സംബന്ധിച്ചിടത്തോളം, ഗസയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ കാര്യത്തിൽ പ്രൊയാക്റ്റീവായിട്ട് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കേണ്ട വിധം എന്തെങ്കിലും താല്പര്യങ്ങൾ അവർക്ക് ഫലസ്തീനില്ല. ഫലസ്തീൻ അങ്ങനെ ഒരു സാമ്പത്തിക ശക്തിയല്ല, ഒരു സൈനിക ശക്തിയല്ല, എന്ന നിലക്കുള്ളൊരു നാച്ചുറൽ റിസോഴ്സ് അവിടെ ഇല്ല. അപ്പോൾ ഫലസ്തീനുകളെ സംബന്ധിച്ച് അവരുടെ കയ്യിലൊരു ലിവറേജും ഇല്ല, ഒരു ബാർഗൈനിങ് ചിപ്പും ഇല്ല. പക്ഷേ ഫലസ്തീന് വേണ്ടി ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സോഫ്റ്റ് പവർ, അത് ചരിത്രത്തിൽ ഇതുവരെ ഒരു ജനതക്കുമില്ലാത്ത വിധം ഏറ്റവും ശക്തമായൊരു സോഫ്റ്റ് പവറുള്ളൊരു ജനതയായി ഫലസ്തീനികൾ അല്ലെങ്കിൽ ഗസക്കാർ മാറിക്കഴിഞ്ഞു. അതെന്താണ്? ലോക മനസ്സാക്ഷി അവരോടൊപ്പം നിൽക്കുകയാണ്. ലോക മനസ്സാക്ഷി അവരോടൊപ്പം നിൽക്കുകയാണ്. ഈ മനുഷ്യരിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെല്ലായിടത്തും മനുഷ്യർ തെരുവിലിറങ്ങുകയാണ്. യൂറോപ്പിൽ ഒരു ഭരണാധികാരിക്കും ഒരു പബ്ലിക് അപ്പിയറൻസ് സാധ്യമല്ല ഈ ചോദ്യം കേൾക്കാതെ. യു ഹാവ് ബ്ലഡ് ഇൻ യുവർ ഹാൻഡ് എന്നവർ കേൾക്കേണ്ടി വരികയാണ്. സോപ്പ് ജീനോസൈഡ് എന്നവർ കേൾക്കേണ്ടി വരികയാണ്. ഫ്രീ പലസ്റ്റൈൻ എന്നവർ കേൾക്കേണ്ടി വരികയാണ്. എന്തിനാണ് അവരിതിങ്ങനെ കേൾക്കുന്നത്? എന്തിനാണ് ഈ അപമാനം അവരിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ നിലക്ക് ഒരു പവറുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത ഫലസ്തീനികൾ അല്ലെങ്കിൽ ഗസക്കാർ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ് പവറായി മാറിക്കഴിഞ്ഞാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക ഏതാണ്? അത് ഫലസ്തീൻ എന്ന ഇല്ലാ രാജ്യത്തിൻ്റെ പതാകയാണ്. എങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു? അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് യു കനോട്ട് ഫൈറ്റ് ദ വേൾഡ് ബിബി എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തത്, ആ മനുഷ്യർ, ഗസയിലെ മനുഷ്യരുടെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന സംഭവമുണ്ട്. നിഷാദ് ഈ ഇവിടുന്ന് വരുന്ന ഇൻസ്റ്റഗ്രാമൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഇൻസ്റ്റഗ്രാം റീൽ, സത്യം പറയട്ടെ, എനിക്കത് മുഴുവൻ നോക്കിക്കാൻ പറ്റില്ല. ഗസയിൽ നിന്നുള്ള ഈ സിറ്റിസൺ ജേർണലിസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന റീലുകൾ നമുക്ക് മുഴുവൻ നോക്കി നിൽക്കാനേ പറ്റില്ല. കാരണം കുഴഞ്ഞു പോകും നമ്മൾ, അത്രയ്ക്ക് ഭീകരമാണ് ആ ദൃശ്യങ്ങൾ. പക്ഷെ നിഷാദ് ആലോചിച്ച് പോകും, 2 വർഷം നമ്മളിത് റീലിൽ കാണുകയാണ്. 2 വർഷമായി ഈ മനുഷ്യരിത് നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. രാവും പകലും, ഉറക്കിലും ഉണർവിലും അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം ശരാശരി 2023 ഒക്ടോബർ 7 മുതൽ ഇന്നത്തെ ഈ ദിവസം വരെയുള്ള കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 106.16 മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെടുന്നത്. 228 മനുഷ്യരാണ് പരിക്കേൽക്കുന്നത്. ഇതൊരു ദിവസമാണ് കേട്ടോ. ആ ഏരിയ ശ്രദ്ധിക്കണം. ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയും ബീഭത്സമായ മാരകമായ ആക്രമണം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കുറേ വാക്കുകളാണ്, കുറേ റീലുകളാണ്.
പക്ഷെ അവരത് നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും ബാക്കിയില്ലാത്ത കുടുംബങ്ങൾ അവിടെയുണ്ട്. ഒരാൾ മാത്രം ബാക്കിയായ നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട്. ഇത് കൈയില്ലാത്ത ആളുകൾ, കാലില്ലാത്ത ആളുകൾ, ശരീരത്തിൽ അവയവങ്ങൾ പലതും നഷ്ടപ്പെട്ട മനുഷ്യർ, അവരവിടെ ഇങ്ങനെ ഈ ഒരു വർഷമായി അവർ ഈ മനുഷ്യ ജനത, ഈ മനുഷ്യകുലം കണ്ടിട്ടില്ലാത്ത ഈ ഭീകരതകൾ അവർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കീഴടങ്ങലിൻ്റെ ഒരു അരസ്വരം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരു നിലക്കും ഞങ്ങളുടെ ഈ നിലപാട് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം അതിൽ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അസാധാരണമായിട്ടുള്ളൊരു സംഗതിയാണ്. എങ്ങനെ ഈ മനുഷ്യരെ തോൽപ്പിക്കും? ഇതൊരു പ്രശ്നമല്ലേ? നോക്കൂ, ഈ ദിവസം എത്രയാണ്, 2 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും മികച്ച സർവിലൻസ് ഇൻഡസ്ട്രിയുടെ ഉടമകളായുള്ള ഈ ഇസ്രായേൽ അവരുടെ ഈ പൗരന്മാരെ, ബന്ദികളെന്ന് പറയുന്ന ആളുകളെ എവിടെയാണ്, ഈ പൊളിഞ്ഞടുങ്ങിയ ഈ പ്രദേശത്ത് എവിടെയാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. എങ്ങനെയാണത് സാധിക്കുന്നത്? ഇത് ആയുധങ്ങൾക്ക് മുമ്പിൽ, യന്ത്രസാമഗ്രികൾക്ക് മുമ്പിൽ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം, മനുഷ്യൻ്റെ ഇച്ഛാശക്തി, വിൽ പവർ, അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ലോക വൻശക്തികൾക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ആ നിലക്ക് ആ ജനതയെ സജ്ജമാക്കാൻ ഹമാസിന് സാധിച്ചു. തങ്ങളുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ തങ്ങളുടെ ഗറില്ലകളെയോ സൈന്യത്തെയോ അവരെ സജ്ജമാക്കാൻ സാധിച്ചു. ഇന്ന് ജെറൂസലം പോസ്റ്റിൽ വന്നൊരു വാർത്ത, ഈ ഡീലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു വാർത്തയിൽ രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഇസ്രായേൽ ഇൻസിസ്റ്റ് ചെയ്ത ഒരു കാര്യം, ഈ പ്രിസണർ സ്വാപ്പുമായി ബന്ധപ്പെട്ട് 48 ബന്ദികളെ വിട്ടേക്കുന്നു, അപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ വിട്ടേക്കുന്നു. അപ്പോൾ അതിൽ ഇസ്രായേൽ വെച്ചിട്ടുള്ള ഒരു ഉപാധി എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഈ ബന്ദികളെ വിട്ടയക്കുന്നത് ദാറ്റ് ഷുഡ് ബി ഓൾ അറ്റ് വൺസ് ആൻഡ് വിതൗട്ട് എനി പബ്ലിക് സെറിമണി എന്നാണ്. എന്തിനാണ് ഇസ്രായേൽ അങ്ങനെ ഒരു ക്ലോസ് വെച്ചതിനകത്ത്? വിതൗട്ട് എനി പബ്ലിക് സെറിമണി ആയിരിക്കണം ഈ സ്വാപ്പ് എന്ന് അവർ പ്രത്യേകമായി നിഷ്കർഷിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ 2 തവണ ഇത് നമ്മൾ കണ്ടതാണ്, ലോകം കണ്ടതാണ്. എങ്ങനെയാണ് ഈ സ്വാപ്പ് നടന്നിട്ടുള്ള ആ സെറിമണി, അതിൽ ഈ ബന്ദികൾ എത്ര ആരോഗ്യവാന്മാരായിട്ടാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത്, അവരെത്ര കൂളായിട്ടാണ് അവരുടെ ക്യാപ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ അംഗവിക്ഷേപങ്ങൾ, അവരുടെ പെരുമാറ്റം, ഇത് ലൈവായിട്ട് ലോകം കണ്ടു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു PR ഡിസാസ്റ്ററായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ചയിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ഉപാധിയാണത്, ഇറ്റ് ഷുഡ് ബി വിതൗട്ട് പബ്ലിക് സെറിമണി എന്നുള്ളത്. ഇനി അവിടുന്ന് വരുന്ന ചിത്രങ്ങൾ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ ഷർമുൽ ഷെയ്ഖിൽ അവിടെ ഇരിക്കുന്ന 4 ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ കൂളായിട്ട് അവിടെ ഇരിക്കുന്നത്. ആരാണ് ഈ 4 പേർ? ഈ 4 പേരെ കൊല്ലാനാണ് 2 ആഴ്ച മുമ്പ് ഇവരങ്ങോട്ട് മിസൈൽ അയച്ചിരിക്കുന്നത് ഖത്തറിലേക്ക്. ഞാനിതിനെക്കുറിച്ച് പറയും, ഇതൊരു ഹമാസ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഇതൊരു ഷർമുൽ ഷെയ്ഖ് മൊമെൻ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അവരാരോട് മുഖാമുഖമാണ് ഇരിക്കുന്നത്? തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മിസൈൽ അയച്ച ടീമാണ് മുമ്പിലിരിക്കുന്നത്. അവർ മുഖാമുഖം ഇരിക്കുകയാണ്. ഇത് നിന്ദ്യതയാണ്, ഇത് നാണക്കേടാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം വലിയൊരു നാണക്കേടാണ്. നോക്കൂ, തങ്ങൾ മിസൈൽ അയച്ച് തട്ടാൻ വിചാരിച്ച ചങ്ങായിമാരാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന മൊസാദിൻ്റെ ചീഫ്, അവിടുത്തെ സ്ട്രാറ്റജി മിനിസ്റ്ററാണ് ഇരിക്കുന്ന ഒരാൾ, ഇസ്രായേലിൻ്റെ ചീഫ് സ്ട്രാറ്റജി മിനിസ്റ്റർ. ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, യന്ത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആധുനികമായ ആയുധ സന്നാഹങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ആത്മവീര്യത്തെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 2 വർഷമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഭീകരതകൾക്ക് ആ ജനതയെ വിധേയമാക്കി. ഒടുവിൽ ഈ ഭീകരർ തങ്ങൾ വിളിക്കുന്ന, തങ്ങൾ കൊല്ലാൻ വേണ്ടി മിസൈൽ അയച്ച ഖലീൽ ഹയ്യ അവിടെ ഇരിക്കുന്നു, താഹിർ അൽ നുനു അവിടെ ഇരിക്കുന്നു, ജബ്രീൻ അവിടെ ഇരിക്കുന്നു. ഇവരോട് ചർച്ച ചെയ്യുകയാണ്, നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റീസ്, ഇതിൻ്റെ മൊഡാലിറ്റീസ് എന്താണ്, ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, ആരൊക്കെ വിടണം, എങ്ങനെയൊക്കെ വിടണം എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു മൊമെൻ്റാണ്, ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വെടിനിർത്തൽ പ്രക്രിയയിലെ ഫസ്റ്റ് ഫേസ് മാത്രമാണ്. ഇപ്പോൾ നിഷാദ് നേരത്തെ പറഞ്ഞാൽ ഇന്നും 24 ആളുകളെ കൊന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫേസാണ് ആദ്യം നടപ്പിലാക്കപ്പെടുന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫേസിൽ മുഴുവൻ ബന്ദികളെയും വിട്ടേക്കണം. ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കരാർ ലംഘനങ്ങളുടെയും ചതിയുടെയും ചരിത്രമുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇവരെ വിട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ചോദ്യമുണ്ട്. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നേരത്തെ അങ്ങനെ അനുഭവമുണ്ട്. നമുക്കറിയാം, 2 തവണ ബന്ദികളെ വിട്ടയച്ചതിന് ശേഷം ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അപ്പോൾ അതിന് ഹമാസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് ഇതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ട്രംപ് ഗ്യാരണ്ടിയാണ്,
എന്താണ് തുർക്കിയും ഈജിപ്തും ഖത്തറും ഒക്കെ ഗ്യാരണ്ടർ കൺട്രീസായിട്ട് നിൽക്കാം ഇത് ലംഘിക്കപ്പെടാതിരിക്കാൻ എന്നുള്ള ഒരു ധാരണയിലാണ്. അതിനെന്തെങ്കിലും ലീഗൽ ബൈൻഡിങ്ങോ വെച്ചാൽ ഒന്നുമില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, ഇത് ബന്ദികളെ വിട്ടയച്ചതിന് ശേഷം ആക്രമണം തുടരില്ല എന്നുള്ളത്. ആ ഒരു ഗ്യാരണ്ടി ട്രംപും ഉറപ്പ് കൊടുക്കുന്നു. പക്ഷേ എന്തും സംഭവിക്കാം, കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം അതാണ്. ഇനി അതുമാത്രമല്ല, ഒരു പക്ഷേ ഇസ്രായേൽ ഞാൻ ആശങ്കിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ കാണുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ ഈ യുദ്ധത്തിന് 2 വർഷത്തിനിടെ യുദ്ധത്തിനിടയിൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഗസയ്ക്കകത്ത് അവരുടെ പ്രോക്സീസിനുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ യാസിർ അബു ഷബാബ് മിലീഷ്യ എന്ന് പറഞ്ഞിട്ടൊരു മിലീഷ്യ, അവിടുത്തെ ഒരു ഗാങ്സ്റ്റർ ലീഡറായിരുന്നു. ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങൊക്കെ നേരത്തെ IS ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു, പിന്നെ ഡ്രഗ് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഹമാസ് ഇങ്ങനെ പിടിച്ച് ജയിലിലിട്ടതാണ്. ഈ യുദ്ധകാലത്ത് ഇങ്ങനെ ജയിലിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. ഇസ്രായേൽ ഇയാൾ ഉപയോഗിച്ചിട്ട് ഒരു മിലീഷ്യ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഹമാസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർക്ക് വിവരങ്ങൾ ചോർത്ത് കൊടുക്കാൻ വേണ്ടി. അവരുടെ കുറേ ആളുകൾ ഹമാസിനെ കൊന്നിട്ടുണ്ട് ഈ യുദ്ധത്തിനിടയിൽ. അപ്പോൾ ഇസ്രായേൽ അതിനെ വിളിക്കുന്ന ഓക്സിലറി ഫോഴ്സ് എന്നാണ്. ഇത്തരം 6ഓളം ഓക്സിലറി ഫോഴ്സസിനെ ഇസ്രായേൽ ഗസയിൽ ഇപ്പോൾ തീറ്റിപ്പോറ്റുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ടൊരു പരിപാടിയാണ് ഈ പറഞ്ഞ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ ബന്ദികൾ വിട്ടയക്കപ്പെട്ട ശേഷം ഇവരെ ഉപയോഗിച്ചോ അല്ലെ മറ്റേതെങ്കിലും വഴിയിലൂടെയോ ഒരാക്രമണം ഗസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ നടന്നാൽ മതി, അല്ലെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ നടന്നാൽ മതി, ഒരു റോക്കറ്റ് അങ്ങോട്ട് വിട്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആക്രമണം തുടങ്ങും. ഇങ്ങനെ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനിലൂടെ ഈ വെടിനിർത്തൽ ലംഘിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്, സംഭവിച്ചേക്കാം. അപ്പോൾ ഇനി ഇതിലുള്ളൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഗോ ഫിനിഷ് സ്മാഷ് ഫിനിഷ് എന്ന് പറഞ്ഞ് ലോകത്തെ ഏറ്റവും മികച്ച സൈന്യത്തെ ഗസയിലേക്ക് വിടുന്നു. അതൊരു ഡെസേർട്ടഡ് ഐലൻഡാക്കി മാറ്റുമെന്ന് പറയുന്നു. 3 ലക്ഷ്യങ്ങൾ വെച്ചു. ബന്ദികളെ മോചിപ്പിക്കുക, ഹമാസിനെ ഇല്ലാതാക്കുക, പെർമനൻറ്റ് സെക്യൂരിറ്റി, ഗസയിൽ നിന്നുള്ള ത്രെറ്റ് ഒഴിവാക്കുക. ഈ ലക്ഷ്യങ്ങളൊന്നും ഇസ്രായേൽ നേടിയിട്ടില്ല. അപ്പം നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്ന് ബീബി വീമ്പടിച്ച ഹമാസ് നേതാക്കളോടൊപ്പം അവരിപ്പോൾ ഷർമുൽ ഷെയ്ഖിലിരുന്ന് ഒരു പേപ്പർ തയ്യാറാക്കിയിരിക്കുക എന്നുള്ളത് ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റാണ്.